കൃപാസന മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നത്. എൻ്റെ പേര് ജസ്മി. ഞാൻ കാവാലത്ത് നിന്ന് വരുന്നു, ആലപ്പുഴ ജില്ല. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 3-ാം തീയതിയാണ്. 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ ഉടമ്പടി എടുത്തിട്ട്. അതിന് മുൻപായിട്ട് ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ കാനഡയ്ക്ക് പോകാൻ വേണ്ടി IELTS എക്സാമിന് വേണ്ടി ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്ത സമയത്തെല്ലാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കാനഡ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ലോൺ 20 ലക്ഷം രൂപയോളം ആവശ്യമായിരുന്നു. ലോണിൻ്റെ ആവശ്യത്തിനായി ബാങ്കുകളിൽ സമീപിച്ചു. അപ്പോൾ അന്നൊരു ദിവസം ഒരു ബാങ്കിൽ ചെന്നപ്പോൾ അന്ന് അവിടെ അവർ ലോൺ തരില്ലെന്ന് പറഞ്ഞു. അന്ന് പോരാൻ നേരത്ത് ഇതിൻ്റെ ബാങ്കിൻ്റെ താഴെ ഒരു ചേച്ചി ലോട്ടറി വിൽക്കുന്നുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ലോട്ടറി വാങ്ങിച്ച് ഞങ്ങൾ പോണ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പോൾ ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. ആ ചേച്ചിയുടെ കയ്യിലൊരു ചെറിയ കാശ് രൂപം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലത് തന്നു. എന്നോട് പറഞ്ഞു, മോള് ധൈര്യമായിട്ടിരിക്കും, മുന്നോട്ട് പോക്കോ, IELTS എല്ലാം മാതാവ് പാസ്സാക്കി തരും എന്ന് പറഞ്ഞു. ഞാൻ ആ കാശ് രൂപം എൻ്റെ മാലയിലിട്ടു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ അതിനു മുൻപേ തൊട്ടേ എല്ലാ ദിവസവും സാക്ഷ്യം കാണുകയും ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അമ്മയ്ക്കായിരുന്നു ഏറ്റവും ആഗ്രഹം ഞാൻ ഉടമ്പടി എടുക്കണമെന്ന്. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് 2 വയസ്സുള്ള കുഞ്ഞുണ്ട്, ഉടമ്പടി എടുത്താൽ പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊക്കെ സംശയമായിരുന്നു. അപ്പോൾ IELTSൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, സാക്ഷ്യം എല്ലാം കാണുമായിരുന്നു. അന്ന് എക്സാമിൻ്റെ അന്ന് ഏപ്രിൽ 28-ാം തീയതി ആയിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയത്. അന്ന് സ്പീക്കിങ്ങും റൈറ്റിങ്ങും ലിസണിങ്ങും എന്താണ് എഴുതിയതെന്നോ എന്താണ് പറഞ്ഞതെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഏറ്റവും പാട് റീഡിംഗ് ആയിരുന്നു. ആ റീഡിങ്ങിൻ്റെ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ വായിച്ച് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അരമണിക്കൂർ വെറുതെ ഇരുന്നു. IELTS എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും അറിയാം സമയം എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അന്ന് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഇരുന്ന് ആരോ എനിക്ക് റീഡിങ്ങിൻ്റെ ആൻസേഴ്സ് പറഞ്ഞു തരുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ വേഗം സമയത്തിനുള്ളിൽ തന്നെ 40 ചോദ്യത്തിന് ഉത്തരം എഴുതി. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി. എന്നാലും പാസ്സാവുമോ എന്നൊരു പേടി മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ എന്നോട് പറഞ്ഞു, മാതാവ് എല്ലാം സാധിച്ചു തരും, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ കാനഡയിൽ പോകാനുള്ള മാർക്ക്, IELTSന് സ്കോർ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ചു. അന്ന് എക്സാമിൻ്റെ അന്ന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് കാശുരൂപമാണ്. ആ കാശുരൂപം പിടിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എക്സാമിന് തൊട്ട് മുന്നേ വരെ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. പിന്നീട് സാക്ഷ്യം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന്.